Meet the editors. ചോദ്യം ഇതാണ്. UDF വിപുലീകരണത്തിന്റെ ഭാഗമായി ഇന്ന് UDFന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെതടക്കം PV അൻവർ, CK ജാനു 3 പ്രധാനപ്പെട്ട കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് കക്ഷികളായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കേരള കാമരാജ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തങ്ങൾ UDFനോടൊപ്പമില്ല എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടക്കം പാളിയോ എന്നാണ് ചോദ്യം. ജിമ്മി, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ക്യാച്ച് ആകുമായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ. അത് കവിഞ്ഞാൽ ബാക്കി ഒന്നും ഒരു നിയമസഭാ സീറ്റ് പരമാവധി ഇപ്പം നിലമ്പൂരിൽ നിശ്ചയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കക്ഷിയാണ്. CK ജാനുവിനൊന്നും അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് 2003 ഫെബ്രുവരി 19 ഓർമ്മിക്കുന്ന ഒരാൾക്കും CK ജാനുവിൻ്റെ ഈ നടപടി ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയല്ല എങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, ഇവരെ 3 പേരെ കൂടി ഒപ്പം കൂട്ടിയത് ഒരു പെർസെപ്ഷൻ കൊടുക്കും, ഒരു പ്രതീതി നൽകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തുറന്ന മറുപടിയുമായിട്ട് വന്നു. തുടക്കം പാളിയോ? ഇന്നത്തെ വാർത്ത UDFൻ്റെ വളരെ വലിയ പടയൊരുക്കമായിരുന്നു. ഞാൻ പടയൊരുക്കം എന്നൊക്കെ ഒരു സ്ലഗൊക്കെ ഇടാം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ VD-സച്ചിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞ് ഈ വാർത്തയുടെ ഹെഡ്ലൈൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ കൊണ്ടുപോയി. ഇന്നത്തെ ചർച്ചകളുടെ എല്ലാം ആദ്യ ഭാഗം വിഷ്ണുപുരം ചന്ദ്രശേഖർ അപഹരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്, എങ്ങനെയെന്നുള്ള ചർച്ചയൊക്കെ രണ്ടാമത്തെ കാര്യം. ഇത് തുടക്കം പാളി എന്നല്ല ഞാൻ പറയുക, തുടക്കത്തിലെ ഒരു കല്ലുകടിയോ ഒരു ശകുനപ്പിഴയോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. അതല്ലാതെ ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ എന്താണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രസക്തി? അങ്ങനെ വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് BJPക്ക് വളരെ മുമ്പേ അറിയാം. അങ്ങനെ വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇരിക്കട്ടെ, ഇപ്പോൾ CK ജാനുവിനെ കൂടെ കൂട്ടുന്നു, PV അൻവറിനെ കൂടെ കൂട്ടുന്നു. ഇവരാരും PV അൻവറിന് 1.5 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞേക്കും. CK ജാനുവിന് അത്ര പോലുമില്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ചിലപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഔട്ട്സ്കേർട്സിൽ ചില സ്വാധീനം ഉണ്ടാക്കാം. ഒരു സാധ്യതയും വിട്ടുകൊടുക്കുന്നില്ല. അവരെ ഘടകകക്ഷിയാക്കുകയല്ല, അസോസിയേറ്റ് അംഗങ്ങളാണ്. അത് മന്ത്രിസ്ഥാനം നടക്കൊന്നുമില്ല. CK ജാനുവിന് സീറ്റ് പോലും കിട്ടുമെന്ന് സംശയമാണ്. പക്ഷേ പരമാവധി ആളുകളെ കൊണ്ടുവരിക. VD-സച്ചൻ പറയുന്നത് പോലെ ഏറ്റവും വലിയ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മുന്നണിയായി ഞങ്ങളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 പേരെയും കൂടെ ചേർക്കാൻ ശ്രമിച്ചത്. ഇനിയും ആളുകളെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അസോസിയേറ്റ് മെമ്പർഷിപ്പാണ്. അതിൽ വിഷ്ണുപുരം ചന്ദ്രശേഖർ വന്നാലും വന്നില്ലെങ്കിലും അങ്ങനെ വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ മനസ്സിലാകുന്ന കാര്യം. വിഷ്ണുപുരം ചന്ദ്രശേഖരെ BJP തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖർ ഇന്നും പറയുന്നുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് BJP എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കോൺഗ്രസ് നേതാക്കളെ പോയി കണ്ട ആളാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ. അപ്പോൾ ഒരല്പം ഗതിയില്ലാതെ അലഞ്ഞു നടക്കുന്ന ആൾ കൂടിയാണ്. പക്ഷേ ഒരു മെമ്പർഷിപ്പ് ഇല്ലാതെ, UDFൽ ഒരു സീറ്റില്ലാതെ ഞങ്ങൾ വിട്ടുതരില്ല. അപ്പോൾ BJPയോടും തിരിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ബാർഗെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ വേണം എന്നുള്ളതാണ്. സീറ്റ് എന്തിനാ, ജയിക്കാനാണോ, ബാക്കി എന്തിനാണോ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ബാർഗെയിൻ ചിപ്പ് കൃത്യമായി ഉപയോഗിച്ച ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് ചർച്ചയിൽ എടുത്തു ചോദിക്കുമ്പോഴും UDFുമായി ഇനി ഒരു ബന്ധവുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇതൊഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായൊരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. സാധാരണ കോൺഗ്രസിനെ കുറിച്ച് പറയുക, ജയിച്ചാൽ ആലസ്യം, തോറ്റാൽ തോറ്റതിൻ്റെ ക്ഷീണം. ഇതാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള സ്ഥിരമായി പറയുന്ന ഒരു കാര്യം. അത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ. കയ്യിൽ കിട്ടിയ നിയമസഭാ വിജയം പോലും BJPക്ക് കൈ കൊണ്ട കൊടുത്തത് അന്ന് രാത്രി പാർട്ടി നടത്തി, പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും ഗോവയിൽ MLA അപ്പുറം പോയി. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായി ഒരു നിമിഷം പോലും പാഴാക്കാതെ യോഗം നടത്തുന്നത് മാത്രമല്ല, ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്, അത് നടന്നാൽ അത്ഭുതമാണ്. നടക്കുമെന്നുള്ള രണ്ടാമത്തെ കാര്യം നോക്കൂ. അടുത്ത മാസം 15 ആകുമ്പോഴേക്കും ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ച കഴിയുന്നു. ജനുവരി 39 ആകുമ്പോഴേക്കും എല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. 140 സ്ഥാനാർത്ഥികളും ഫെബ്രുവരി 1 ക്യാമ്പയിൻ ഇറങ്ങുന്നു. 4-5 തീയതികളിൽ വയനാട് ബത്തേരിയിൽ UDFൻ്റെ ക്യാമ്പ്, VD സതീശൻ്റെ കേരള യാത്ര. എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്ക് അതിൻ്റെ പടയൊരുക്കം തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും, എല്ലാ നമ്പറുകളും, എല്ലാ യുദ്ധമുറകളും പ്രയോഗിച്ച് തന്നെയാണ് തുടക്കം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയത്തിൻ്റെ ഒരു വേവിൽ കയറി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്ലാനിങ്, കൂടുതൽ സംഘടനകളെ കൂടെ കൂട്ടാനുള്ള അവരുടെ തീരുമാനം, ഇതെല്ലാം അതിഗംഭീരമാണ്. ഇത് കണ്ടിട്ട് വേണമെങ്കിൽ ജോസ് കെ മാണിക്കോ അതുപോലെ തന്നെ LDF ഉള്ള വേറെ ഏതെങ്കിലും ഘടകകക്ഷികൾക്കോ ഇപ്പോൾ ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ വരാം. അതും ചിലപ്പോൾ 1 സീറ്റ് 1/2 സീറ്റ്. പക്ഷേ എല്ലാവരും വരട്ടെ. 100 സീറ്റിനും താഴെ
ഒരു 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 വിജയം നമുക്ക് വേണ്ട എന്ന രീതിയിൽ UDF പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതുതന്നെയാണ് അവിടെ ആകെ ഉണ്ടായ ഒരു കല്ലുകടി ഇന്നത്തെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പ്രയോഗം. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, 2010 ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഗംഭീര തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം നേടിയ ശേഷം 2011 നിസാര 2 സീറ്റിനാണ്, അതൊരു വിജയമേ അല്ല, 2 സീറ്റിനാണ് UDF വീണ്ടും അധികാരത്തിലേറുന്നത്. അന്നത്തെ തമ്മിലടിയും അന്നത്തെ തർക്കങ്ങളും നമുക്ക് നല്ല ഓർമ്മയില്ലേ? എന്തൊക്കെ യുദ്ധങ്ങളായിരുന്നു. MLA മാർക്ക് വേണ്ടി MLA സീറ്റിന് അവസാന നിമിഷം വരെ അടിയായിരുന്നു. ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ നിന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ വന്ന ഓരോ വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അഭിപ്രായം മാത്രമല്ല, തൊഴിലുറപ്പ് വീഡിയോ കണ്ടില്ലായിരുന്നു? തൊഴിലുറപ്പ് അടുത്തതാ പറയാൻ പോകുന്നത്, ബട്ടൺ മറ്റേ ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ക്ലിപ്പ് മൈക്കൊക്കെ കുത്തിയിട്ട് KC വേണുഗോപാൽ ഇറങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിലൊക്കെ പോയി നിന്നിട്ടുള്ള വീഡിയോ ചെയ്യുന്നു. അത് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് തന്നെ മാധ്യമരംഗത്തു നിന്നുള്ള പല ആളുകളും ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ മാനേജേഴ്സായി മാറുന്നു. സോഷ്യൽ മീഡിയ ടീം സജീവമായി നിൽക്കുന്നു. അങ്ങനെ ഒരു വഴിക്ക് പണി തുടങ്ങിയിട്ടുണ്ട് എന്നത് കൂടെ നമുക്ക് പറയണം. 2010 ശേഷമുള്ള 2011 ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടാകും. പക്ഷേ കോൺഗ്രസ്സിന് ഓർമ്മയുണ്ടാകും 10 വർഷത്തെ പരാജയത്തിൻ്റെ കൈപ്പീർ. അതുകൊണ്ട് അതിലേക്ക് പോകുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും VD സതീശനാണ് കേരള യാത്ര നയിക്കുന്നത്. അത്രയും നല്ലത്. ഞാൻ വിചാരിച്ചു അത് ചിലപ്പോൾ UDF നയിക്കും എന്നായിരിക്കും പറയുന്നത്. അത് പറഞ്ഞില്ല, ഭാഗ്യം. അപ്പോൾ നേതൃത്വം തമ്മിലുള്ള തർക്കമൊക്കെ രണ്ടാമത് നടക്കും. എന്തായാലും തുടക്കം അതിഗംഭീരമാണ്. നോക്കൂ, പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും അതുപോലെ തന്നെ എറണാകുളവും ചേർന്നാൽ 33 സീറ്റുണ്ട്. തൃശ്ശൂരിലെ 13 കൂടെ ചേർന്നാൽ 46 സീറ്റാണ്. ഈ 46 സീറ്റിലാണ് UDFൻ്റെ തേരോട്ടം അവർ പ്രതീക്ഷിക്കുന്നത്. അത് മുഴുവൻ കയ്യിലടക്കുക. മലപ്പുറത്തെ 16 വന്നാൽ 62ആയി. തിരുവനന്തപുരത്തും കൊല്ലവും ചേർന്നാൽ 14 11 LDFൻ്റെ കയ്യിലുള്ളതാണ്. അവിടെ നിന്ന് കുറച്ച് മറിക്കുക. തിരുവനന്തപുരം എറണാകുളം കോർപ്പറേഷനൊക്കെ കൊല്ലം കോർപ്പറേഷനൊക്കെ നമ്മൾ മറിച്ചതാണ്. തിരുവനന്തപുരത്ത് കുറച്ച് മുന്നേറ്റം നേടിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. തുടക്കം അതിഗംഭീരമായി എന്ന് തന്നെയാണ് പറയുക. ഒരു ചെറിയ കല്ലുകടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഒട്ടനവധി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്നുള്ളത് 3 ആയാലും ഒരാളുടെ കളത്തിൽ ഇറങ്ങാനുണ്ട്. നോക്കിക്കോ, അത് വരും ഉടനെ. MP മാരൊക്കെ മത്സരിക്കാനുള്ള ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എത്ര MP മാർ അതിനുവേണ്ടി ശ്രമം തുടങ്ങി എന്നുള്ളതും അടുത്ത ദിവസം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേറൊരു സൈഡിൽ കൂടി മറു കാര്യങ്ങളും നടക്കുന്നുണ്ട്. CPM-ഉം BJP-യും അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചടി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ൻ്റെ 21 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി താഴെത്തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദേശാഭിമാനി ചേർത്തോ, അങ്ങനെ പോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കൃത്യമായി വോട്ടർ പട്ടിക നോക്കിയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും സർക്കാരിൻ്റെ തിരിച്ചടി, സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു എന്നൊരു ചോദ്യം അതിനകത്തില്ല. ആകെയുള്ളത് നമ്മുടെ ദൗർബല്യം എന്തെല്ലാം എന്നതാണ്. മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെയിരിക്കുന്നു, 13ാമത്തെ ചോദ്യവും 21ാമത്തെ ചോദ്യവും. സർക്കാരിന് തിരിച്ചടി ഉണ്ടായോ എന്ന ചോദ്യത്തിൽ നിന്ന് വേണം സത്യത്തിൽ CPM അവരുടെ അടുത്ത തന്ത്രം മെനയാൻ. സർക്കാരിനെതിരെയുള്ള തദ്ദേശത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ സർക്കാരിനെതിരായ വളരെ വലിയ ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അവിടെ നിന്ന് പിക്ക് ചെയ്യുകയും താഴെത്തട്ടിലെ ആളുകളോട് ചോദിക്കുകയും ചെയ്യാതെ ഇതെങ്ങനെയാണ് നടക്കുക? ഇപ്പോൾ തിരുവനന്തപുരത്തെ വാർത്ത നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഇലക്ഷൻ ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിൻ്റെ ചില നയങ്ങൾക്കെതിരെയും സഖാക്കൾ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ഈ 21 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് ഡോക്യുമെൻറ്റേഷൻ വാല്യൂ ഉണ്ട്. അവിടെ നിന്നാണ് CPM തന്ത്രങ്ങൾ തിരിച്ചു പണിയാൻ പോകുന്നത്. അവിടെ മുഴുവൻ സംഘടനാ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ എന്നതിനാണ് ഊന്നൽ. ഞാൻ പറഞ്ഞു, ദേശാഭിമാനി ചേർത്തോ, നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, വോട്ടർ പട്ടിക നോക്കിയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അവിടെ നല്ല CPM തുടങ്ങേണ്ടത്. CPM തുടങ്ങേണ്ടത് സർക്കാരിനെതിരെ ഒരു ജനവിരുദ്ധ വികാരമുണ്ടെന്നും അത് താഴെത്തട്ടിൽ നിന്ന് അത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്നും കൂടി ചോദിച്ചിട്ടാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നവംബറിലെ സർക്കാരിൻ്റെ പ്രഖ്യാപനം, അതായത് സോഷ്യൽ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ കൂട്ടിയതിനെക്കുറിച്ച്, അത് അങ്ങനെയുള്ള ആളുകളെല്ലാം നിങ്ങൾ പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ താഴേക്ക് എത്തിയില്ല, താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നന്നായി നടന്നില്ല എന്ന ഒരു മുൻധാരണയിലാണോ CPM-ൻ്റെ ചോദ്യാവലി എന്ന് തോന്നുന്നു. അതുകൊണ്ട് CPM-ൻ്റെ തുടക്കം ഗംഭീരമാവണമെങ്കിൽ, ഇതും ഒരു തുടക്കമാണ്, തുടക്കം ഗംഭീരമാവണമെങ്കിൽ CPM ജനവിരുദ്ധ, സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ ഒരു തരംഗത്തെ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. UDF വിപുലീകരണം എന്ന തുടക്കം പാളിയോ എന്നുള്ളതാണ് ചോദ്യം. ആൻറ്റോ, തുടക്കം പാളിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിജയം കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു UDF യോഗമാണ് നടന്നത്.
യോഗത്തിൽ അവർ 2 ഘടകകക്ഷികളെ 3 ഘടകകക്ഷികളെ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ അകത്ത് ഘടകകക്ഷിയല്ല, അസോസിയേറ്റ് ഘടകകക്ഷി പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഒരാൾ അവർ അസോസിയേറ്റ് ഘടകകക്ഷിയാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നു. ഒരു കണക്കിന് അദ്ദേഹം ഘടകകക്ഷിയാകാതിരുന്നതാണ് കോൺഗ്രസ് നല്ലത്. കാരണം ഞാൻ അടിമുടി RSS കാരനാണെന്നും ഞാനൊരു സ്വയം സേവകനാണെന്നും പറയുന്ന ആൾ വന്നിട്ട് കോൺഗ്രസിൻ്റെ അസോസിയേറ്റ് ഘടകകക്ഷിയായുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അതുപോലെ ഇവർ ആലോചിക്കുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് ഈ 2010-ലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. വലിയ വിജയം പ്രതീക്ഷിച്ചിട്ട് അനാവശ്യ പണികളൊക്കെ എടുക്കും. ആ അനാവശ്യ പണികളായിരിക്കും പിന്നെ അവസാനം കൊണ്ടുപോയി കല ഉടയ്ക്കുക. മനസ്സിലായില്ല? ആ അനാവശ്യ പണികളാണ് ഒന്നാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്ത് കൊടുത്ത് കാത്തിരുന്ന PV അൻവറിനെ മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. നോർമലി പറഞ്ഞാൽ ഈ പറഞ്ഞ CK ജാനുവിനെ പോലും എടുക്കേണ്ട കാര്യമില്ല. CK ജാനുവിനെ എടുത്തു കഴിഞ്ഞാൽ സീറ്റ് കൊടുക്കേണ്ടി വരും. സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവസാന ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് CK ജാനു എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ പ്രശ്നമാവും. ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല. CK ജാനു ചോദിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ബത്തേരിയൊക്കെ ആയിരിക്കും. കാരണം അവരുടെ ബേസ് അതാണ്. അവിടെ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് IC ബാലകൃഷ്ണനെ മാറ്റിയിട്ട് അല്ല സീറ്റ് അതാ പറഞ്ഞത്. ഇപ്പോൾ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എടുക്കും. അവസാനം എന്നെ പിന്നെ എന്തിനാ ഘടകകക്ഷിയാക്കിയല്ല അസോസിയേറ്റ് ഘടകകക്ഷിയെന്ന് അവസാനം ചോദിക്കില്ലേ? ശരിക്കും നോർമലി ഇന്ന് ചെയ്യേണ്ടത് പറഞ്ഞാൽ PV അൻവറിനെ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൂടെ 2 പേരും കൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ 2 പേരെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ അമിതാവിയ ആത്മവിശ്വാസം കൊണ്ടേ കളയാതിരുന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഒരു നല്ല ഫൈറ്റ് കാഴ്ചവെക്കാം എന്നുള്ളതാണ്. ഒരു വലിയ കാരണം ഞാൻ എന്തുകൊണ്ടാണ് വലിയ വിജയം എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാൻ കാരണം 34% ഏത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്തിട്ട് 34% കേരളത്തിലെ ഇടതുപക്ഷ വോട്ട് അവരെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. 38% വോട്ട് മാത്രമാണ് കോൺഗ്രസിൻ്റെ കൂടെ. ഇത് ടോട്ടൽ ന്യൂനപക്ഷ വോട്ടും ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് കോൺഗ്രസ്സുകാരെ കൂടെ നിന്നിട്ട് 4% വോട്ട് വേരിയേഷൻ മാത്രമേ വരുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? അതൊരു 4% എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ പോലെ അല്ല കേട്ടോ നിയമസഭാ ഇലക്ഷൻ. അതിന് കുറേ ക്രൈറ്റീരിയ വേറെയാണ്, കുറേ കാര്യങ്ങൾ വേറെയാണ്, സംസാര ശൈലികൾ വേറെയാണ്, സ്ഥാനാർത്ഥികളുടെ കാര്യം. ഒരു മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു പഞ്ചായത്തിലല്ല, ഒരു വാർഡിലല്ല, ഒരു ജില്ലാ പഞ്ചായത്തിലല്ല, ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആര് എന്ന് നോക്കുന്ന ഒരു വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ട്. അതാണ് ഒറ്റയടിക്ക് കൺസോളിഡേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വരിക. അപ്പോൾ നല്ല ശക്തമായ മത്സരമായിരിക്കും ഇപ്രാവശ്യം എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ മുന്നണികളുടെ പ്ലാനിങ്ങിൽ പാളിച്ച പറ്റിയാൽ അടപടലം വീഴും. അത് കോൺഗ്രസ് ആണെങ്കിലും വീഴും, അത് CPM ആണെങ്കിലും വീഴും. ഈ പ്ലാനിങ്ങിൽ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നല്ല ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെ GB സാർ പറഞ്ഞ പോലെ 4-ാം തീയതി 5-ാം തീയതി AICC നേതൃത്വത്തിൽ ബത്തേരി സപ്തയിൽ വെച്ചിട്ട് അവരെ 2 ദിവസത്തെ വലിയ പ്രോഗ്രാം നടക്കുകയാണ്. അവരെ ഒരു മുന്നോട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള യോഗമൊക്കെയാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുമെന്നറിയോ? സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇവർക്ക് ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ല, അതിൽ കൂടുതലുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും 3 വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടാവാം. അല്ലെങ്കിൽ സ്വന്തമായി ഞാൻ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരുടെ ഭാഗത്ത് എത്ര MLA-മാരെ കിട്ടാം എന്നുള്ള നിലയ്ക്ക് ഒരു യോഗം ചേർന്നാൽ എനിക്ക് എത്ര പേര് സപ്പോർട്ട് ചെയ്യും എന്നുള്ള നിലയിലേക്കെങ്കിലും ഈ MLA-മാരെ സ്വാധീനം ചെലുത്താൻ വേണ്ടി അല്ലെങ്കിൽ MLA-മാർക്ക് വേണ്ടി ഒരു കടിപിടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അത് മുന്നിൽ കണ്ടിട്ടാണ് VD സതീശൻ പറയുന്നത് 15-ാം തീയതിക്കുള്ളിൽ ഘടകകക്ഷികളുടെ സീറ്റ് ധാരണയാവണം. 30-ാം തീയതിക്കുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും തീരുമാനമായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം വേണ്ടി വരും ഇതൊന്ന് തീരുമാനമാക്കണമെങ്കിൽ. പിറ്റേ ദിവസം 30-ാം തീയതി തീർത്തിട്ട് 1-ാം തീയതി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് സതീശന് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഈ തുടക്കം എന്നുള്ള നിലയിലേക്ക് വേണമെങ്കിൽ ഒരു നല്ല തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഒരു അസ്വാരസ്യം ഇല്ല, കാര്യങ്ങൾ കാര്യമായി പറയുന്നില്ല എന്നുള്ളതാണ്. ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന പറഞ്ഞാൽ ചില മണ്ഡലങ്ങളിൽ വളരെ സെൻസിറ്റീവായ മണ്ഡലങ്ങളിൽ വളരെ സെൻസിറ്റീവ് മണ്ഡലങ്ങളിൽ 10,000, 1,000, 2,000 വോട്ടിന് ജയിച്ചു വന്ന കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ CPM തിരിച്ചു പിടിച്ച വാർഡുകൾ അവിടെയൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വളരെ കോൺഗ്രസ് കുത്തകളായ മണ്ഡലങ്ങളൊക്കെ CPM-ൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 5 വർഷമായിട്ട് ഭരണമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെയൊക്കെ ആര് ജയിക്കുമെന്ന് ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ ആര് ജയിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെള്ളിലെല്ലാവുന്ന 5-6 മണ്ഡലങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ആ മണ്ഡലങ്ങൾക്ക് ആര് ജയിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ല. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയാം മലബാറിലെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ലീഗിനും കോൺഗ്രസിൻ്റെ ഒരു കുത്തകയായിട്ട് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം CPM പിടിച്ചെടുത്ത മണ്ഡലങ്ങൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയേക്കാം. അങ്ങനെയല്ലല്ലോ ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ബാക്കിയുള്ള സ്ഥലം ഇപ്പോൾ തൃശ്ശൂർ ജില്ല ഇപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ ഇത്രയധികം വലിയ രീതി വോട്ട് ഒഴുക്കുണ്ടായ സ്ഥലത്ത് 11 സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കൂടിയാണ്. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, ആലപ്പുഴ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എണ്ണം കൂടുതലുണ്ട്. ഇപ്പം UDF-ൻ്റെ കൂടെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വയനാട്
ഇടുക്കി, പത്തനംതിട്ട ഈ മണ്ഡലങ്ങൾക്ക് വളരെ ചുരുക്കം നിയമസഭാ സീറ്റുകളേ ഉള്ളൂ. ഇടുക്കിയിൽ 5 ഉള്ളൂ, പിന്നെ പത്തനംതിട്ട 5 ഉള്ളൂ, വയനാട്ടിൽ 3 ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ സീറ്റ് കൂടുതലുള്ളത് കോൺഗ്രസിൻ്റെ കയ്യിൽ മുൻപുള്ളത് തന്നെയാണ്. ഇപ്പോൾ മലപ്പുറത്തുള്ള സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 18 സീറ്റുകളുണ്ട്. അപ്പോൾ ആ സീറ്റ് മുഴുവൻ ആരെടുത്താണ്? പിന്നെ 2 സീറ്റ് മാത്രമേ ഇടതുപക്ഷം, 3 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 സീറ്റ് മാത്രം ജലീലും അബ്ദുറഹ്മാനും മാത്രമാണ് അവരവിടെ നേരത്തെ ഉള്ളൂ. ബാക്കി മുഴുവൻ ലീഗിൻ്റെ അടുത്തും കോൺഗ്രസിൻ്റെ അടുത്തുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പം കോട്ടയം ജില്ല ഈ 5 സീറ്റ് ജോസ് കെ മാണിയുടെ അടുത്ത് കിട്ടിയ 5 സീറ്റ് അഡീഷണൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം വലിയ രീതിയിൽ ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല. പക്ഷേ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള ഒരു അലംഭാവം കാണുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പല ഡിസിഷനും ക്വിക്കായിട്ട് എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട സമരം 21 ലക്ഷം തൊഴിലുറപ്പ് ജീവനക്കാരുള്ള കേരള സംസ്ഥാനത്ത് 21 ലക്ഷം തൊഴിലുറപ്പുകാരെന്ന് പറഞ്ഞാൽ 15 ലക്ഷം ആൾക്കാരെങ്കിലും ഇടതുപക്ഷ വിശ്വാസികളോ ഇടതുപക്ഷ ബന്ധിസ്ഥാനങ്ങളോ ആയി നിൽക്കുന്ന ആൾക്കാരാണ്. തൊഴിലാളി പാർട്ടിയായ CPM കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരം നടത്തേണ്ടതായിരുന്നു. കേരളം കണ്ടതിൽ വെച്ചോ അങ്ങനെ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അത്? എന്നിട്ട് നാഷണൽ സമരത്തിലേക്ക് പോവാണ്. കാരണം CPM പോലെ ഒരു പാർട്ടി ഡൽഹിയിൽ പോയി സമരം നടത്തി അങ്ങനെ ഒരു വലിയ വിജയം എടുക്കേണ്ട കാര്യമില്ല. അതെവിടെയാണ് നടത്തേണ്ടത്? കേരളം പോലൊരു സംസ്ഥാനത്ത്, CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് BJP അടിച്ചേൽപ്പിക്കുന്ന ഒരു സമരത്തെ കേരളം കത്തുന്ന രീതിയിൽ അത്രയും വലിയ സമരം ഈ പറഞ്ഞ 21 ലക്ഷത്തിൽ 15 ലക്ഷം ആൾക്കാരെങ്കിലും പങ്കെടുപ്പിച്ച്, ഒരു ജില്ലയിൽ ഒരു 50,000 ആൾക്കാരെങ്കിലും പങ്കെടുപ്പിച്ച് ഒരു വലിയ സമരത്തിലേക്ക് പോകണം. അത് കാണുന്നില്ലല്ലോ നമ്മൾ. അതിൽ ഈ പറഞ്ഞ തിരിച്ചടിയിൽ ഒരു പിന്നോട്ട് എടുക്കുന്നുണ്ട്. എന്തായാലും സംവിധാനം വരട്ടെ. അങ്ങനെ ഇനി പറയും 30 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിലോ ഇതുപോലെ ഒരു വലിയ കേന്ദ്രത്തിനെതിരെ വലിയ സമരം നടത്താൻ പറ്റുന്ന സാഹചര്യം ഇന്നത്തെ UDF യോഗത്തിൽ ഇക്കാര്യം ആലോചിച്ചിരുന്നോ? അല്ല UDF ഞാൻ UDF ആയിട്ടില്ല. ഞാൻ CPM അവർക്ക് കേന്ദ്രത്തിനെതിരെ സമരം വേണ്ടേ? അല്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലോ. പക്ഷേ CPM എന്ന് പറയുന്ന ഒരു തൊഴിലാളി പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇതുപോലെ സമരം നടത്താൻ സാഹചര്യങ്ങൾ കിട്ടിക്കൊണ്ടെന്നുണ്ടാവില്ല. അത് നടത്തേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഒരു പിന്നോട്ട് പോക്കും ഒരു പിന്നോട്ട് വലിയിലും അതുപോലെ തന്നെ ഒരു മുന്നോട്ട് വരവുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു മുന്നോട്ട് വരവുണ്ട്. അത് വിജയിക്കില്ല എന്നുള്ളത് കോൺഗ്രസ് എപ്പോഴും അതുവരെ സ്ഥാനാർത്ഥി നിർണയം വരെ മുന്നോട്ട് പോകലുണ്ട്. എല്ലാ പ്രാവശ്യവും അങ്ങനെയുള്ള 2010 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 2016 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സ്ഥാനാർത്ഥി നിർണയം വരെ മുന്നോട്ട് പോകും. സ്ഥാനാർത്ഥിയുടെ സമയത്തായിരിക്കും പല സ്ഥലങ്ങളും. കാരണം പഞ്ചായത്ത് ഇലക്ഷന് പോലെ നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെ കണ്ടു കേട്ടോ. പല മണ്ഡലങ്ങളിലും എത്രയോ ചർച്ച ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ വലിയ ചർച്ചകളിലേക്ക് പോകും. അതുപോലെയല്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്താണ്? കഴിഞ്ഞ 9 വർഷമായിട്ട് 10 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ 10 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് നോർമലി ഒരു ആൻറ്റി ഇൻക്യുമെൻസി ഉണ്ടാവും. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നത്, ഉണ്ടാവേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ കൂട്ടിക്കോളൂ. ലീഗുകാർ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ ഈ പറഞ്ഞ CPM സംവിധാനത്തെ ഉപയോഗിച്ചോണമെന്നില്ല. അവരുടെ തന്നെ മൗണ്ട് പബ്ലിസിറ്റി ഉണ്ടാവും. അപ്പോൾ 20-30% ആൻറ്റി ഇൻക്യുമെൻസി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇറങ്ങണമെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് ഇവിടുന്ന് CPM നേരത്തെ സ്വീകരിക്കണം. ആ നേരത്തെ സ്വീകരിക്കുന്നതിൽ നമ്മൾ ഇനി ചോദ്യാവലി വരട്ടെ, ആൻസർ വരട്ടെ, ഉത്തരം വരട്ടെ, അത് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി എന്നുള്ളതല്ല. ആ കോർഡിനേഷനോട് കൂടി മേലെയും താഴേക്ക് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും സർക്കാരിനെതിരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഏത് രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റും? എന്തായാലും നമുക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടല്ലോ, ഇടതുപക്ഷത്തിന് തിരിച്ചടി കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഇടതുപക്ഷത്തിന് കിട്ടിയ തിരിച്ചടീനെ എങ്ങനെ പോസിറ്റീവ് ആക്കിയെടുക്കാൻ പറ്റും, എങ്ങനെ ജനങ്ങളിലേക്ക് അതിനെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ തുലാസിൽ അത് പറയുക തുല്യ സ്റ്റേജിലാണെങ്കിൽ വേണമെങ്കിൽ പറയാം. കാരണം ഒരു 4% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു നല്ല മൂവ്മെൻ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. UDF വിപുലീകരണ പ്രഖ്യാപനം തുടക്കം പാളിയോ എന്നുള്ളതാണ് ചോദ്യം. സുജയ, 3 പതിറ്റാണ്ടിലെ ഉജ്ജ്വല വിജയമാണ് നേടിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ പ്രസ് കോൺഫറൻസ് തുടങ്ങുന്നത്. അതിൽ തന്നെ 3 പ്രധാനപ്പെട്ട കക്ഷികളെ ഞങ്ങൾക്കൊപ്പം വരുത്തുന്നു. അതിൽ 2 പേർ NDAയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് CK ജാനു, മറ്റൊന്ന് വിഷ്ണുപുരവും. പക്ഷേ വിഷ്ണുപുരം തൊട്ടടുത്ത നിമിഷത്തിൽ അത് തള്ളി. തുടക്കം പാളിയോ? അതായത് നമ്മൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ആ നാവെടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വലിയ സംഭവമൊന്നും അല്ല എന്ന് ആരെ വെച്ചുകൊണ്ടാണോ പറഞ്ഞത് അയാൾ തന്നെ വന്ന് ആ സിനിമ പൊളിക്കുന്ന അല്ലെങ്കിൽ നാടകം പൊളിക്കുന്നതാണ്. ആ ബാലെ പൊളിഞ്ഞുപോയി. യഥാർത്ഥത്തിൽ 3 വലിയ കക്ഷികളെന്നൊക്കെ താങ്കൾ പറഞ്ഞത് നന്നായി കേട്ടോ. കാരണം നമുക്ക് ആ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ അത്രയും ചലനങ്ങൾ ഉണ്ടാക്കാൻ UDF-നൊപ്പം നിന്നുകൊണ്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും PV അൻവർ അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത് 2 പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കാണിച്ചതാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ്
അസോസിയേറ്റ് അല്ലെങ്കിൽ ഘടകകക്ഷി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ആണ്. കാരണം അവർ UDF-ൽ അംഗമാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും UDF-ന്റെ ഭാഗമാക്കാതിരിക്കുമ്പോഴും PV അൻവർ ആ രാഷ്ട്രീയ സത്യസന്ധത കാണിച്ചിട്ടുണ്ട്. അല്ലാതെ മറുഭാഗത്തേക്ക് പോവുകയൊന്നുമല്ല. PV അൻവർ അവിടെ മത്സരിച്ച് അത്രയും വോട്ട് പിടിച്ചതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ജയിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം PV അൻവർ പിടിച്ചത് PV അൻവർ അവിടെ MLA ആയിരുന്ന ഘട്ടത്തിൽ അയാൾക്ക് വന്നുകൊണ്ടിരുന്ന നിഷ്പക്ഷമായ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം വന്നു ചേരാൻ സാധ്യതയുള്ള വോട്ടുകളാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ ആ വിജയം ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് സമ്മാനിച്ചത് PV അൻവറിന്റെ ആ സ്ഥാനാർത്ഥിത്വവും ആ മത്സരത്തിൽ പിടിച്ച വോട്ടുകളുമാണ്. അപ്പോൾ PV അൻവർ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അംഗത്വം നേടിയെടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് UDF PV അൻവറിനോട് കാണിക്കേണ്ടിയിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയെ മാത്രം അസോസിയേറ്റ് ആക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം. കാരണം ഡിസേർവ് ചെയ്യുന്ന ഒരാളെ പ്രത്യേകമായി പരിഗണിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു രാഷ്ട്രീയ മാന്യത UDF കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെയുള്ള എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ കാര്യത്തിൽ തുടക്കം പാളി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരള കാമരാജ് കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചലനമാണ് ആ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്? ആ പാർട്ടിക്ക് എത്ര അണികളുണ്ട്? അല്ലെങ്കിൽ ആ പാർട്ടി എത്രമാത്രം ബൂത്തുകളിൽ, ഞാൻ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നില്ല, എത്ര ബൂത്തുകളിൽ സ്വാധീനമുള്ള പാർട്ടിയാണ്? NDAയുടെ ഘടകകക്ഷിയായി നിൽക്കുകയാണ്. NDAയുടെ വൈസ് ചെയർമാനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. എത്രത്തോളം സ്വാധീനം NDAയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ NDAയുടെ വോട്ട് കൂട്ടാൻ വേണ്ടി വിഷ്ണുപുരം ചന്ദ്രശേഖരന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് UDF ആദ്യം ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടത്. അതേസമയം ഇപ്പുറത്ത് നോക്കൂ, PV അൻവർ പഞ്ചായത്തുകളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതിന്റെ ബാലാരിഷ്ടതകളിലൂടെ കടന്നു പോകുന്നതാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖരനും VSDPയും അതുപോലെ കാമരാജ് കോൺഗ്രസും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-11 വർഷമായി NDAയുടെ കൂടെയുള്ള ഒരു സംവിധാനമാണ്. CK ജാനുവും അതെ NDAയുടെ കൂടെയുള്ള ആദിവാസികൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അതേസമയം PV അൻവർ ഈ തൃണമൂൽ രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? അതിനു മുൻപ് DMK-യുമായി വരുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, സ്ഥാനാർത്ഥിയെ പിന്മാറ്റുന്നു. ആർക്കു വേണ്ടി? കോൺഗ്രസിന് വേണ്ടി, UDF-ന് വേണ്ടി. അതാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അല്ലേ? അപ്പോൾ ആ രീതിയിൽ UDF-ന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുള്ള PV അൻവറിനെ ഒറ്റയ്ക്ക് അസോസിയേറ്റ് എന്നല്ല ഘടകകക്ഷിയായിട്ട് പ്രഖ്യാപിച്ചാലും അവർ ആ ഒരു ആത്മാർത്ഥതയോടുകൂടി PV അൻവർ കൂടെ നിൽക്കുമെന്നുള്ളത് UDF സംവിധാനത്തിന് ഉറപ്പിക്കാൻ കഴിയും. കാരണം എത്ര തവണയാണ് പുറകെ നടത്തിയത്? എത്ര തവണയാണ് ആ മനുഷ്യനെ ഇങ്ങനെ എന്തിനാണ് ഇപ്പോഴും ഈശ്വരവാര്യർ ചോദിച്ചതുപോലെ എന്തിനാണ് ഇപ്പോഴും PV അൻവറിനെ മഴയത്ത് നിർത്തിയിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ വരെ ചോദിച്ചു പോയി. നമ്മൾ തന്നെ എത്ര തവണ ചർച്ച ചെയ്തു PV അൻവറിന്റെ കാര്യം. PV അൻവർ തന്റെ സ്ട്രെങ്ത് എന്താണെന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ കാണിച്ചു കൊടുക്കുക കൂടി ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പ്രൂവ് ചെയ്ത ആളുകളെ അംഗീകരിക്കുന്നതും അല്ലാതെ അംഗത്വത്തിന് ഒരു അപേക്ഷ പോലും നൽകാത്ത ആളുകളെ ചേർത്ത് വെച്ച് പ്രഖ്യാപിക്കുന്നതും ആ സ്ട്രാറ്റജി എന്തായാലും അത്ര നന്നായില്ല, അത് അത്രയ്ക്ക് വർക്കൗട്ട് ആയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് UDF-ന്റെ ഇന്നത്തെ എല്ലാ തരത്തിലും അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്ന നല്ല ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് മോശം കളി കളിച്ചു VD സതീശൻ എന്നതാണ് ഈ കാര്യത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ NDAയിൽ താൻ അതൃപ്തനാണ്. അത് പലതവണ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്. പല റീസൺസ് ആണ്. അതായത് ഘടകകക്ഷികളോടുള്ള BJP-യുടെ പരിഗണന അത് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല. ഇതൊക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ആ പാർട്ടി പരിഹരിക്കേണ്ട കാര്യമാണ്, ആ മുന്നണി പരിഹരിക്കേണ്ട കാര്യമാണ്. ഇവിടെ അതൃപ്തി ഉണ്ടെങ്കിലും അപേക്ഷ നൽകിയിട്ടില്ല. അത് ഇതുവരെ കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് VD സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? വിശദീകരിച്ചുകൊണ്ട് പിന്നീട് മാധ്യമങ്ങളെ വീണ്ടും കണ്ടല്ലോ VD സതീശൻ. അപ്പോഴും അപേക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 2 സമയം പറഞ്ഞുകൊണ്ട് ഇന്നലെയും ഇന്നും ഈ സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ നോക്കുമ്പോൾ കോൾ റെക്കോർഡ് കാണുന്നില്ല, എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ മാത്രമല്ല, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരുമായിട്ടൊക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വന്ന് കണ്ട് മുന്നണിയിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേക്കുറിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത് എന്താണ്? ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു, അതായത് തന്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് 4 മാസം മുൻപ് ഇങ്ങോട്ട് ചോദിച്ചു തൃപ്തനാണോ എന്ന്. അപ്പോൾ അത്ര തൃപ്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതല്ലാതെ UDF-ൽ എന്നെ അസോസിയേറ്റ് ആക്കണം അല്ലെങ്കിൽ UDF-ൽ എന്നെ ഘടകകക്ഷിയാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പരസ്യമായി വന്ന് പറയുകയാണ്. VD സതീശൻ ഈ കാര്യം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ഇത്രയ്ക്ക് അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കൊച്ചിയിൽ എത്തിക്കാമായിരുന്നല്ലോ. ഈ ഇതിലേക്ക് ഈ പ്രഖ്യാപനത്തിനൊപ്പം തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഒരു പ്രതികരണം ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന രീതിയിൽ കൃത്യമായി വന്നല്ലോ. PV അൻവറിന്റെയും CK ജാനുവിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ തൊട്ട് പിന്നാലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വന്നല്ലോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം പ്ലാൻഡ് ആണ്, നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണ്, നിങ്ങൾ എത്രത്തോളം കാൽക്കുലേറ്റഡ് ആണ്, അതുകൂടി വളരെ പ്രധാനമാണ്. ആ കാര്യത്തിൽ ഇവിടെ ഒരു സ്ട്രാറ്റജിക്കലി ഒരു എറർ സംഭവിച്ചു. അതൊരു പാളിച്ച തന്നെയാണ്. അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത്രയും നല്ലൊരു വിജയത്തിൽ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തുക? VD സതീശനോടുള്ള എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ അസോസിയേറ്റ് അംഗമാക്കിയതിൽ അതൃപ്തി ഉണ്ടായേക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, ഘടകകക്ഷിയാകാനായിട്ടായിരിക്കും ആഗ്രഹിച്ചത്. പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് VD സതീശൻ തന്നെ പറയുന്നത് എന്താണ്? UDF പ്രവേശനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല, UDF-ൽ അസോസിയേറ്റ് ആക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. അതായത് ഒരു സർപ്രൈസ് കൊടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ആ സർപ്രൈസ് ചീറ്റിപ്പോയി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കാരണം UDF പ്രവേശന വാർത്ത മാധ്യമപ്രവർത്തകർ ആരോ വിളിച്ചപ്പോഴാണ് താൻ അറിഞ്ഞത് എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞു വെച്ചത്. എന്നാലും ആ പ്രഖ്യാപനത്തിൽ നാണം കെട്ടു എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഈ മുന്നും പിന്നും നോക്കാതെയുള്ള പ്രഖ്യാപനത്തെക്കുറിച്ച് അത് പറഞ്ഞുകൊണ്ടായിരിക്കും ഇനി ഇടതുമുന്നണി അത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായും NDAയും BJP ചിലപ്പോൾ അത് ഏറ്റെടുത്തെന്നും വരാം.
ബെന്നി ബെഹനാനെ കുറിച്ച് ഒരു റെഫറൻസ് കൂടി ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നൽകിയിട്ടുണ്ട്. 10 വർഷം മുൻപ് മുന്നണിയിലെടുക്കാം, അതായത് UDF എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബെന്നി ബെഹനാൻ കത്ത് നൽകിയിരുന്നു എന്നുകൂടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, VD 100 സീറ്റുകൾ പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ശക്തമായിട്ടുള്ള ഒരു സാധ്യത അവർക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ 100ലേക്കൊക്കെ എത്താൻ പറ്റുമോ എന്നുള്ളത് അതൊരു പ്രൊജക്ഷൻ ആയിരിക്കും. കാരണം ഒരു പ്രൊജക്ഷൻ മുന്നോട്ട് വെച്ചിട്ടായിരിക്കുമല്ലോ മുന്നോട്ട് പോവുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള അവരുടെ നിഗമനങ്ങൾ ശരിയാണ്. മറുഭാഗത്ത് CPIM ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ്. നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ UDF എങ്ങനെയാണ് ആ പ്രദേശത്ത് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് അവർക്ക് വോട്ട് കിട്ടിയത്, അതൊക്കെ താഴെത്തട്ടിലേക്ക് ചോദ്യമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു നാണക്കേടാണ്, അവർക്ക് എങ്ങനെയാണ് വോട്ട് കിട്ടിയത്, തങ്ങളുടെ വോട്ട് എങ്ങനെയാണ് പോയത്. അതോടൊപ്പം മറ്റൊരു ചോദ്യം, പോളിംഗിന് ശേഷമുള്ള നമ്മുടെ കണക്ക് നമുക്ക് എവിടെയാണ് തെറ്റിയത്, ആ കണക്ക് നമ്മൾ സാധാരണ ശരിയായി കൂട്ടാറുള്ളതല്ലേ, ആ കൂട്ടിയത് തെറ്റിപ്പോയതാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. താഴേക്ക് ഇറങ്ങണമെന്നേ, താഴേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം, തങ്ങളുടെ പാളിച്ചകൾ തിരുത്തണം. അതിപ്പോൾ CPIM ആയാലും BJP ആയാലും അതാണ് ചെയ്യേണ്ടത്. വോട്ട് വിഹിതത്തിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് സാറേ. 30% ആരും കടന്നിട്ടില്ല. കോൺഗ്രസിന് 29.17%, CPIM-ന് 27.16%, BJP-ക്ക് 14.76%. അപ്പോൾ കോൺഗ്രസും CPIM-ഉം തമ്മിലുള്ള ഇത് അവസാനത്തെ ഞാൻ പാർട്ടികളുടെയാണ് പറഞ്ഞത്. പാർട്ടികളുടേതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസും CPIM-ഉം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ശ്രമിച്ചാൽ തിരിച്ചു വരാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ്. ഈ തദ്ദേശത്തിലെ കണക്ക് മാത്രമാണ് തിരിച്ചു വരാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമാണ്, വലിയൊരു ഡിഫറൻസിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് 8 ജില്ലകളിൽ 30% മേൽ വോട്ട് വിഹിതമുണ്ട്. CPIM-ന് കണ്ണൂരും പാലക്കാടും മാത്രമേ ഉള്ളൂ ഈ 30% മുകളിൽ വോട്ട് വിഹിതം. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ അതുകൊണ്ട് തന്നെ നല്ല പോരാട്ടം നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ തുടക്കത്തിൽ ഈ ആലോചിച്ചുറപ്പിക്കാതെ മുന്നും പിന്നും നോക്കാതെ നടത്തിയ പ്രഖ്യാപനം പാളിയിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. തുടക്കം പാളിയൂ എന്ന ചോദ്യത്തിന് തുടക്കം അത്ര കണ്ട് പാളിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കുറിച്ച് നേരത്തെ നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ധാരണ പിന്നീട് ചർച്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോയി. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇതിനെ ആർജവത്തോടുകൂടി വന്ന് എതിർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. നാളെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയാണ്. ആ പാർട്ടിയുടെ യോഗത്തിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുകയുള്ളൂ. UDF-ലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിന് അതിപ്പോഴും പറയാൻ പറ്റില്ല എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത്. അതുകൊണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ VD സതീശന് ഏതെങ്കിലും തരത്തിൽ പാരവെച്ചു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവിടെ പൊളിഞ്ഞു പോകുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന NDA വൈസ് ചെയർമാൻ്റെ പൊളിറ്റിക്കൽ പൊസിഷനാണ്. എന്തിനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ NDA-യിലേക്ക് പോയത്? NDA എന്തിനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കൂടെ കൂട്ടിയത്? പാറശാല, കോവളം ഈ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ നാടാർ വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിർത്തണം. അതിനുവേണ്ടിയാണ് നിലവിൽ അത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. അവിടെയുള്ള നാടാർ വോട്ടുകളാണെങ്കിലും ശരി, VSDP-യുടെ വോട്ടുകളാണെങ്കിലും ശരി, ഇതിനെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ VSDP-യുടെ വോട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് വലിയ ചോദ്യമായിരുന്നു. പക്ഷേ ഈ മണ്ഡലങ്ങൾക്കും അപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും അതിലുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ചില ബൂത്തുകളിൽ ചില വോട്ടുകൾക്കും അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ എത്രയോ വലിയ സ്വാധീനമുള്ള പാർട്ടിയല്ല. 18,000 വോട്ട് കഷ്ടിച്ചാ പിടിച്ചത്. പുള്ളി മത്സരിച്ച സമയത്ത് അത്രേ പിടിച്ചുള്ളൂ. കോവളത്തും പാറശാലയിലും എന്തെങ്കിലും ചെറിയ വോട്ടുകൾ, ചെറിയ ഒരു 1000-ൽ താഴെയുള്ള വോട്ടുകൾക്കുള്ള മാറ്റം എന്നുള്ളത് മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് പക്ഷേ ആ സാധ്യത കൂടി UDF കാണുന്നു എന്നുള്ളതിന് ഞാൻ ചെറുതായിട്ടല്ല കണക്കാക്കുന്നത്. കാരണം എല്ലാ കക്ഷികളെയും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനോട് BJP-ക്ക് വലിയ പ്രശ്നമാണോ? 1000 വോട്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. BJP-ക്ക് പ്രശ്നമാണെന്ന് മാത്രമല്ല, BJP-യുടെ ആരാ പോകുന്നത്? NDA-യുടെ വൈസ് ചെയർമാനാണ് പോകുന്നത്. ഞാൻ നോക്കുകയായിരുന്നു ദേശീയ മാധ്യമങ്ങളിൽ ഇത് തലക്കെട്ടാക്കിയിരിക്കുന്നത്. മിക്കവാറും എല്ലാ ദേശീയ പത്രങ്ങളും ഇന്ന് പ്രധാനപ്പെട്ട തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം. ദ ഹിന്ദുവിൽ UDF ഇൻ കേരള ഇൻഡെക്സ് PV Anwar, CK Janu and associate members. വലിയ കാര്യമല്ലേ? 3 parties inducted into Congress led UDF alliance in Kerala. Deccan Chronicle. അതേപോലെ Indian Express, rivals in Bengal, partners in Kerala. TMC now Congress-led UDF associate member. The Print, UDF announces 3 new associate. UDF strengthen assembly poll push. The New Indian Express. ഇങ്ങനെ എല്ലാ ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പൊതുജന മധ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ UDF-ന് അനുകൂലമായിട്ടത് ഗുണം ചെയ്യും. അപ്പം ഇതൊരു നല്ല നീക്കമാണ് എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഞാൻ കണക്കാക്കുന്നത്. വലിയ തരത്തിലുള്ള വോട്ട് സ്വിങ് ചെയ്യിക്കാൻ ഈ 3 കക്ഷികളെയും UDF-ൽ എടുത്തതുകൊണ്ട് സാധിക്കില്ല. കാരണം PV Anwar-ന് നിലമ്പൂരിനും അപ്പുറത്തേക്ക്, ഒരു പക്ഷേ ഇടമണ്ണയ്ക്കും അപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും, ഏറനാടിനും അപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും ആ അർത്ഥത്തിൽ കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല ഇനി PV Anwar-നെ എടുത്തപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കുഴപ്പം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗാളിലും കൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കോൺഗ്രസിനൊട്ടും ഗുണകരമാവില്ലെന്ന് മാത്രമല്ല, അവിടെ മമതാ ബാനർജി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന എല്ലാ ആയുധവും എവിടെ നിന്ന് മറുപടി പറയേണ്ടി വരുന്നത് ഈ പാവം PV Anwar ആയിരിക്കും. അതുകൊണ്ട് PV Anwar തൃണമൂൽ കോൺഗ്രസിൽ അധികകാലം തുടരുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഫൈറ്റ് ഒരു കാര്യമില്ലാത്തൊരു മുന്നണിയാണ്, ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേര്
PV അൻവറിന് ബാധ്യതയാകാൻ പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 5 പേർ അല്ലെങ്കിൽ 10 പേരുടെ ആ അർത്ഥത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ പിന്തുണയില്ലാത്തൊരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അത് PV അൻവർ എന്ന് പറയുന്ന ഒരു നേതാവിനെ കണ്ടുകൊണ്ട് വന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി കോൺഗ്രസിനെതിരെ അടിക്കുന്ന എല്ലാ ആണിക്കും ഇവിടെ പിഴുതു കളയേണ്ട ഉത്തരവാദിത്വം PV അൻവറിന് വരും എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവിടെയുണ്ട്. പക്ഷേ അതൊരു നല്ല നീക്കമാണ്. PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കും. തൃണമൂൽ കോൺഗ്രസിനെ വിട്ടേക്കൂ. PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നത് ഏറെക്കാലമായി മുന്നണിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. ഒരു PV അൻവർ ബേസ് അവിടെയുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു മുന്നണിയെ വിജയിപ്പിക്കാനോ മറ്റു മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകാനോ കഴിയില്ല. പക്ഷേ പിണറായിക്കെതിരെ പറയാൻ കോൺഗ്രസിലുള്ള ഒരു വലിയ ശബ്ദമായിട്ട് PV അൻവർ മാറും. അതുകൊണ്ടാണ് PV അൻവർ ആ വാക്കിന് ഉപയോഗിക്കുന്നത്. പിണറായിസം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട്. അതൊക്കെ LDF പ്രചരണ വിഷയമാക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കിയിരിക്കുന്നു. അതൊരു പ്രതീതി നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി CK ജാനുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ CK ജാനുവും പോയി ചാടിയിരിക്കുന്ന ഇതിൽ വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഫെബ്രുവരി 19 നമ്മുടെ മുന്നിലുണ്ട്. 2003 ഫെബ്രുവരി 19-ാം തീയതി. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലെ 48 ദിവസത്തെ കുടിൽ കെട്ടിയുള്ള സമരം. അന്ന് AK ആന്റണി സർക്കാരിനെതിരെ എന്താണ് ആദിവാസി ഗോത്ര മഹാസഭ വിളിച്ച വിളി, എന്താണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വിളിച്ച വിളി. CK ജാനുവിൻ്റെ ഒരു ഭാഗത്ത് നീരുവന്ന മുഖവുമായിട്ട് CK ജാനു മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് LDF സർക്കാരിൻ്റെ പോലീസിൻ്റെ മർദ്ദനമേറ്റിട്ടല്ല, ഈ കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ അന്ന് മുത്തങ്ങയിൽ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് സമരം ചെയ്ത് പരാജയപ്പെട്ട് ഒടുവിൽ മുത്തങ്ങയിൽ കുടിൽ കെട്ടി അവിടെ സമരമനുഷ്ഠിച്ച ഈ ഗീതാനന്ദനെയും ഈ ജാനുവിനെയുമാണ് അന്ന് AK ആന്റണിയുടെ കോൺഗ്രസിൻ്റെ പോലീസ് തല്ലിച്ചതച്ചത്. ജോഗിയുടെ രക്തസാക്ഷിത്വത്തിന് മറുപടി പറയേണ്ടി വരും. ആ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയാണ് CK ജാനു. ഏത് തരത്തിലാണ് മുത്തങ്ങ എന്ന വിഷയത്തെ രാഷ്ട്രീയമായി CK ജാനുവിന് UDF-ലെത്തി റദ്ദാക്കാൻ കഴിയുക? CK ജാനു നടത്തിയ പോരാട്ടങ്ങൾ NDA-യിലേക്ക് വന്നത് മറ്റൊരു വലിയ രാഷ്ട്രീയ അബദ്ധമാണ് എന്നുള്ളത് ഗീതാനന്ദൻ തന്നെ എന്ന് പറഞ്ഞിരുന്നതാണ്. ആദിവാസി ഗോത്ര മഹാസഭയിലെ ആളുകൾ പറഞ്ഞിരുന്നതാണ്. അത് പാളിപ്പോയി. ഇപ്പോൾ രണ്ടാമത്തെ ഒരു പരീക്ഷണമാണ് UDF-ലേക്ക് വരുന്നത്. പക്ഷേ അവിടെ വരുമ്പോൾ മുത്തങ്ങ ആളുകൾ ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഭൂരഹിതരായ ആദിവാസി ഗോത്ര മഹാവിഭാഗങ്ങളോട് ഈ UDF സർക്കാർ എന്ത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്നത് പൊതുചർച്ചയിൽ വരികയും ചെയ്യും. അതാണ് അതിൽ സംഭവിക്കാൻ പോകുന്നൊരു പ്രശ്നം. പക്ഷേ അവിടെയും ഞാൻ പറയുന്നു, അവിടെയും UDF-ൻ്റെ നീക്കം എന്നുള്ളത് സ്ട്രാറ്റജിക്കലി മികച്ച തന്ത്രമാണ്. കാരണം കേരള കോൺഗ്രസ് മാണി അടർത്തിയെടുക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ നടക്കൂല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ചർച്ചകൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു മോഹവും ഇപ്പോൾ UDF-നില്ല. പക്ഷേ അതിനോടൊപ്പം കൂടെ കൂട്ടാവുന്ന ആളുകളെ ഒപ്പം കൂട്ടി പോവുക എന്നത് മാത്രമാണ് UDF-ന് മുന്നിൽ അവശേഷിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവളം പാറശാല മാത്രമല്ല, അവർ ലക്ഷ്യമിടുന്ന മറ്റു ചില ഇപ്പോൾ ലത്തീൻ സഭയുടെ സ്വാധീനമുള്ള മേഖലകളുണ്ട്. കഴിഞ്ഞ തവണ എനിക്കൊന്ന് വിജയൻ തോമസ് ആയിരുന്നു ലത്തീൻ സഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കാൻ വരുന്നു. അവിടെ പക്ഷേ കാര്യമായിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് നാടാർ വിഭാഗത്തിൻ്റെ വോട്ട് വേണം, നായർ വിഭാഗത്തിൻ്റെ വോട്ട് വേണം, ചിലയിടങ്ങളിൽ നാടാർ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് വേണം, ചിലയിടങ്ങളിൽ നായർ വിഭാഗത്തിൻ്റെ വോട്ട് വേണം. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്ന കാസ്റ്റ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് NDA അവിടെ VSDP കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ അന്നും ഇന്നും എപ്പോഴും ഒരു സംഘപരിവാറുകാരനാണ്, ഞാനൊരു സ്വയം സേവകനാണ് എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇപ്പോഴും സ്വയം സേവകനാണോ? ഒരിക്കൽ സ്വയം സേവകൻ, എല്ലാ കാലത്തും സ്വയം സേവകൻ എന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അപ്പോൾ ഒരു സ്വയം സേവകനായ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ എങ്ങനെയാണ് കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ അഥവാ UDF പാളയത്തിൽ എത്തിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വരും ദിവസങ്ങളിൽ ആ ചർച്ചകൾ ഉണ്ടാവും. പക്ഷേ ആരെയും ഒപ്പം കൂട്ടുക എന്നുള്ളത് തിരഞ്ഞെടുപ്പിലെ നിർണായകമായ ഘടകമാണ്. തിരഞ്ഞെടുപ്പിൽ ആത്യന്തികമായി ശത്രുക്കളില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മുന്നണി വിപുലീകരണത്തിൻ്റെ കാര്യത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ മുൻനിർത്തിക്കൊണ്ട് തുടക്കം പാളിയോ എന്ന് ചോദിച്ചാൽ തുടക്കം പാളിയിട്ടില്ല. അത് നിലവിൽ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDF-ന് സാധിക്കാവുന്ന ഒരു മുന്നണിക്ക് സാധിക്കാവുന്ന നല്ലൊരു നീക്കം അവർ നടത്തിയിട്ടുണ്ട്. ഇത് കാര്യമായി ഏതെങ്കിലും തരത്തിൽ വോട്ട് ബാങ്കായിട്ട് ഷിഫ്റ്റ് ചെയ്യൂല, ഏതെങ്കിലും തരത്തിൽ MLA-മാരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ കൊടുക്കാൻ പറ്റും, ഒരു പ്രതീതി ഫാക്ടർ അവിടെ കൊടുക്കാൻ പറ്റും എന്നതിനും അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റവും അതുണ്ടാക്കില്ല. പക്ഷേ PV അൻവറിൻ്റെ കാര്യത്തിൽ ഒരു ശബ്ദമായി PV അൻവർ അവിടെ ഉണ്ടാവും. ഒരു ഓളം ഉണ്ടാക്കാൻ PV അൻവറിന് സാധിക്കും എന്നുള്ളതാണ്. അത് പിണറായിസത്തിൻ്റെ പേരിലായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നമ്മളതൊക്കെ കാണാൻ പോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇതിൽ BJP-ക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചാൽ BJP ഇതിനകം തന്നെ ഇടപെടലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറയാതെ പോയൊരു കണക്കുണ്ട്. അവണിശ്ശേരി പഞ്ചായത്ത് സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഒറ്റക്കക്ഷി BJP അല്ല. BJP-യിലെ സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്തിൽ പോലും BJP-ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അവിടെയാണ്
അവിടെ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ യു ഡി എഫിലേക്ക് പോകുന്നു എന്നൊരു ചർച്ചയ്ക്ക് ഒന്ന് നരേഷന് തുടക്കം അവിടെ കുറിക്കാൻ സാധിച്ചത്. ഇപ്പോഴും വന്ന് അദ്ദേഹം പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്നു, പക്ഷേ ഇപ്പോഴും അതൃപ്തിയുണ്ട് എന്നുള്ളത് എൻ ഡി എയിലെ ഒരു ഘടകകക്ഷി പറയുന്നു. അപ്പോൾ നോക്കൂ, യു ഡി എഫിനെ സംബന്ധിച്ച് അത് ഏറെക്കുറെ ഘടനാപരമായി കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്നു. എൽ ഡി എഫ് ഘടനാപരമായി ശക്തി പ്രാപിച്ചു തന്നെ നിൽക്കുന്നു. അവിടെ ഒരു അസ്വാരസ്യവും ഇല്ല. എൻ ഡി എയിൽ മാത്രമാണ് അസ്വാരസ്യമുള്ളത്. അത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കം പാളിയു എന്ന ചോദ്യത്തിന് യു ഡി എഫിൻ്റെ തുടക്കം ഈ ഘട്ടത്തിൽ പാളിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഇനി ഉത്തരത്തിലേക്ക് എത്തിയാൽ 3 പേർ നോ എന്നും ഒരാൾ യെസ് എന്നും. Meet the editors.